രമേശ് ചേട്ടാ ഏകദേശം എത്ര ചായ കുടിച്ചിട്ടുണ്ട്? ഒരു 15-20 നേരം കുടിച്ചിട്ടുണ്ടാവും. അത്രയും ടൈം എടുത്തോ സെറ്റ് ആവാൻ? രജനി ചേർക്കലും ചായ കൊടുത്തിട്ടുണ്ടാ? ധാരാളം. നിങ്ങളാ? ചായക്കടയല്ലേ മക്കളെ? അതെനിക്കറിയാം, അങ്ങനല്ലേ സെറ്റ് ആയത്. അല്ല, എൻ്റെ ലൈഫിലൊരു ചായ ആയിട്ട് കഥയുണ്ട്. കാരണം ഈ ഭാരത സർക്കാർ, ഞാൻ വളരെ ഇതായിട്ട് പറയാണ്, ഓപ്പണായിട്ട് പിന്നെ പറയാണ്. അപ്പോൾ ഈ ഭാരത സർക്കാർ ഉണ്ടാവാൻ കാരണം ഒരു ചായയുടെ കഥ. കാരണം പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാട് ഞാനും സുഹൃത്തുക്കളും ചായ കുടിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഇതേപോലെ അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ കൃഷ്ണേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സിനിമ നടന്ന് പരിചയപ്പെട്ടു. ആ സൗഹൃദം നമ്മൾ ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിച്ചു. അപ്പം ഇന്ന് അദ്ദേഹമാണ് ഈ പടത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ. അപ്പോൾ ചായ ഉണ്ടായ ഒരു സിനിമയാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇൻസിഡൻസ് ഓർത്തതാണ്. എന്റെ ലൈഫില് ഞാനാകെ ഒരൊറ്റൊരുത്തന് ചായ കൊടുത്തുള്ളൂ. ഇവൻ എന്നെ പെണ്ണ് കാണാൻ വന്ന് എല്ലാ വീട്ടിലെയും പോലെ തന്നെ നേരത്തെ സെറ്റാക്കി വെച്ച പാൽ ചായയും കൊണ്ട് ഞാൻ ചെന്നപ്പോ ഇവന്റെ ഒരു ഒടുക്കത്തെ ഡയലോഗ്, കട്ടൻ ചായയെ കുടിക്കൂ. അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് എന്റെ അമ്മ, എന്റെ മോള് നന്നായി കട്ടൻ ചായ ഇടുമെന്ന്. എവിടെ? 5 മിനിറ്റ് മുമ്പും കൂടി കട്ടൻ ചായക്ക് കടുക് വെറുക്കണോന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ആവട്ടെ എന്ന് കരുതി എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ചായ ഇടിച്ച്. ഇവൻ അതുകൊണ്ട് തീർന്നില്ല, ആ ഒരു ഒറ്റിരിപ്പിന് അവൻ എന്നെ കൊണ്ട് 32 ചായ ഇടിച്ച്. കൈയടിക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട എന്റെ വീട്ടുകാരില്ലേ, അപ്പ തന്നെ പിടിച്ച് കെട്ടിച്ചിട്ട് അവൻ എന്നാ. എന്നിട്ട് ആദ്യ രാത്രി പോലും ഇവൻ എന്നെ കൊണ്ട് കട്ടൻ ചായ കുടിപ്പിച്ച്. അത് പിന്നെ കർമ്മമണ്ഡലത്തിലെ പുരോഗതിക്കും ഉത്തിഷ്ടകാര്യം ഫലപ്രാപ്തിയിലെത്താനും വീട്ടിലെ അംഗസംഖ്യ കൂട്ടുന്നതിനും ഉന്മേഷത്തിനും ഉണർവിനും കട്ടൻ ചായ ഉത്തമമെന്ന് എനിക്ക് മനസ്സിലായി.